എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രൈ കളർ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രീൻ കളർ പേപ്പറിന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ A4 ഷീറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു A4 ഷീറ്റാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മിക്കവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും, നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറക്കുന്നുണ്ട്. തുറന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കിയിട്ട് ഇതൊന്നിങ്ങനെ സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ പകുതിക്ക് വെച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 പീസ് കിട്ടും. ഇതേപോലെ നമ്മൾ ഓറഞ്ച് പേപ്പറും അതുപോലെ വൈറ്റ് പേപ്പറും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 കളേഴ്സും 2 പീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വൈറ്റ് പേപ്പർ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഓറഞ്ച്, പിന്നെ വൈറ്റ്, പിന്നെ ഗ്രീൻ എന്ന ഓർഡറിൽ നമ്മൾ ഇതൊന്നിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഫോമിൽ കിട്ടും. ഇതുപോലെ നമ്മൾ 2 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡ്രില്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് പകുതിക്ക് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു പാറ്റേണിൽ നമ്മളിതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ ഫാനൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കിയെടുക്കുന്ന പോലെയാണ് മടക്കേണ്ടത്. 2 പീസ് വെച്ചിട്ട് ഓറഞ്ചും വൈറ്റും ഗ്രീനും ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ എല്ലാത്തിൻ്റെയും ഫോൾഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ഓറഞ്ച് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് വൈറ്റ് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ 2 സൈഡിലായിട്ട് ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 2 ഗ്രീനിനെയും കൂടെ ഒരുമിച്ച് ഒട്ടിക്കുമ്പോൾ നമുക്കൊരു സർക്കിൾ പോലെ നമുക്കിത് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഉള്ളിലത്തെ ഫോൾഡുകളിൽ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സർക്കിളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കുഞ്ഞി സർക്കിളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള സർക്കിളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് ഒന്ന് അശോക ചക്ര വരച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വാൾ ഡെക്കർ പോലെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ കളർ പേപ്പേഴ്സ് 3 സ്ക്വയർ പീസാണ് എടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫാനിൻ്റെ രൂപത്തിലൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. വൈറ്റും ഗ്രീനും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫാനൊക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ആദ്യം ഒരു സൈഡിലേക്ക് മടക്കുക, പിന്നെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാറ്റേൺ കിട്ടും. മൂന്ന് പേപ്പേഴ്സും കൂടെ ഇതുപോലെ ചെയ്തിട്ട് നമ്മളിത് പകുതിക്ക് വെച്ചൊന്ന് മടക്കി കൊടുക്കണം. 3ഉം ഇതുപോലെ ഇങ്ങനെ പകുതിക്ക് വെച്ച് മടക്കിയതിന് ശേഷം നമ്മൾ ഓറഞ്ചിൻ്റെ താഴെ വൈറ്റ്, പിന്നെ അതിൻ്റെ താഴെ ഗ്രീൻ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ 2 ഓറഞ്ചിൻ്റെ മടക്ക് വരുന്ന അവിടെയും കൂടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മിഡിലിൽ ഉള്ള ജോയിൻറ്റ് പോലെയുള്ള ഭാഗങ്ങളും ഒക്കെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മടക്കി എടുത്തതിന് ശേഷം
താഴെ വരുന്ന ഗ്രീനിൻ്റെ മേലേക്ക് നമ്മൾ രണ്ട് സൈഡിലും ഐസ്ക്രീം സ്റ്റിക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്കും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രൈ കളർ ഫാനായിട്ട് ഇത് റെഡിയായി കിട്ടും. നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഇതുപോലത്തെ സ്ട്രിപ്പുകളാണ് എടുക്കുന്നത്. അപ്പം ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ വരുന്ന ട്രൈ കളർ സ്ട്രിപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കളറിൻ്റെ താഴെ അടുത്ത കളർ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്, ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഇങ്ങനെ ഒരു കട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് സൈഡ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ നടുക്ക് ഭാഗം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കത്രിക ഒന്ന് പാസ് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിഡിൽ പോർഷൻ മാത്രം ഇതുപോലെ തുറന്നിട്ടും രണ്ട് സൈഡും സർക്കിൾ പോലെയും നമുക്കുണ്ടാവും. ഇനി നമ്മൾ ആ രണ്ട് റോളുകൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഉള്ളിലുള്ള ആ ഓറഞ്ച് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഗാർലൻഡ് പോലെ ഫോം ചെയ്യും. ഇനി ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറേ പീസസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ക്ലാസ് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ട്രൈ കളർ ഗാർലൻഡാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇതുപോലെ കുറേ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സൈസ് വേണോ, എത്രയും നീളത്തിൽ വേണോ അത്രയും ഉണ്ടാക്കിയെടുക്കാം. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഇതുപോലെ 3 കളർ പേപ്പേഴ്സും 6 സെൻറ്റിമീറ്റർ അളവിൽ എടുത്തിട്ട് 3 സെൻറ്റിമീറ്ററിൽ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് 3 കളേഴ്സും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള 2 സ്ട്രിപ്പുകൾ കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ഒരു ഫാനിൻ്റെ രൂപത്തിൽ ഇതൊന്നും മടക്കി എടുക്കുന്നുണ്ട്. രണ്ട് പീസും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം രണ്ടും ഒരുമിച്ച് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ മടക്കി വെച്ച പേപ്പർ ഒന്ന് ഈ ഗ്രീനിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ഓറഞ്ച് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എൻഡിൽ മാത്രം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ഫാന് പോലെ ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ രണ്ട് സൈഡിലും ഒരു ത്രെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഓറഞ്ച് റോൾ നമ്മൾ മേലോട്ടേക്ക് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം ഒട്ടിച്ച് വെച്ച ത്രെഡ് ഒന്ന് ഈ ഓറഞ്ച് റോളിൻ്റെ പുറത്തേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഓറഞ്ച് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വരുന്ന ഈ ബാക്കി ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് നമ്മൾ താഴേക്ക് വലിക്കുമ്പോൾ ഇത് ഓപ്പൺ ആവുകയും മേലോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.